അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ തോൽക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, നമുക്കിതിന് കഴിയില്ല, നമ്മുടെ കഴിവിനൊന്നും നമ്മൾ അർഹതപ്പെട്ടവരല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. ആ തോന്നലൊക്കെ മാറ്റിവെച്ച് നമുക്ക് വിജയം ലഭിക്കുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വിജയം ലഭിക്കാൻ അത് കാരണമാവും. അങ്ങനെ ഓരോ ചിന്തകൾ കൊണ്ട് നടന്ന ആളുകളായിരുന്നു അബ്രഹാം ലിങ്കൻ പോലുള്ള വലിയ വലിയ ഇന്ന് ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച് നടന്നുപോയിക്കൊണ്ടിരുന്ന, ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിട്ടും നമ്മൾ അവരെ സ്മരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവരൊക്കെ നമുക്ക് വേണ്ടി ഓരോ പാഠങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത് അമേരിക്കൻ്റെ, ഒരു കാലത്ത് അമേരിക്ക ഭരിച്ചിരുന്ന ഒരു പ്രസിഡൻ്റ് ആയിരുന്നു. ആ അബ്രഹാം ലിങ്കൻ ചെറുപ്പകാലത്ത് ഒരു ഉഴപ്പനായി നടന്ന ആളാണ്. ഏതൊരു മനുഷ്യനും ഒരു സ്വപ്നമുണ്ടെങ്കിൽ തൻ്റെ ഭാവിയിലേക്ക് എത്താൻ കഴിയും. അത് ആരായാലും, എത്ര ചെറിയ കഴിവില്ലാത്ത വികലാംഗത ബാധിച്ചാലും നമുക്ക് അള്ളാഹു ഓരോ നിഅമത്ത് നൽകിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മുന്നേറാൻ എത്രയെത്രയോ ചാൻസ് ഈ ലോകത്ത് ബാക്കി കിടക്കുന്നു. പിന്നെ നമ്മൾ എന്തുകൊണ്ട് പേടിക്കണം? കണ്ണില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, കാതില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഉഴപ്പനായി നടന്ന ആ ഒരു അബ്രഹാം ലിങ്കൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? അതേപോലെ എല്ലാ കുട്ടികളും ചോദിച്ചപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ അടുത്ത് ചോദിച്ചതാണ്, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? അപ്പോൾ അബ്രഹാം ലിങ്കൻ ആരും ചിന്തിക്കാത്ത വിധത്തിൽ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞൊരു ഉത്തരമാണ്, എനിക്ക് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവണമെന്ന്. പക്ഷേ അന്ന് ടീച്ചറും കുട്ടികളെല്ലാം അബ്രഹാം ലിങ്കനെ താഴ്ത്തി പറഞ്ഞു. അതിൻ്റെയൊക്കെ മറുപടിയായി താൻ സ്വപ്നം കണ്ട ആ ഒരു ലക്ഷ്യം വിജയിപ്പിക്കാൻ വേണ്ടി താൻ ശ്രമിച്ചു. അത് തന്നെ കൊണ്ട് സാധിച്ചു. അവരെയൊക്കെ അന്ന് പൊട്ടിച്ചിരിച്ച ആളുകളൊക്കെ പിന്നീട് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് കൈയടിച്ചൊരു കാലമുണ്ട് അബ്രഹാം ലിങ്കന്. ഇപ്പോഴും നമ്മൾ അബ്രഹാം ലിങ്കൻ ഓർക്കണമെങ്കിൽ എത്ര വലിയ ആളായിരിക്കണം ആ മനുഷ്യൻ. അതുപോലെ തന്നെ ഈ അടുത്ത് മരണപ്പെട്ട രതൻ ടാറ്റ, ഇന്ത്യയിലെ ഒരു വലിയ കമ്പനിയാണല്ലോ രതൻ ടാറ്റ. അതുകൊണ്ട് തന്നെ ഈ അടുത്ത് മരണപ്പെട്ടിട്ടുള്ളൂ അദ്ദേഹം. പക്ഷേ ഒരു കാലത്ത് രതൻ ടാറ്റ എന്ന് പറയുന്ന ടാറ്റ കമ്പനിയുടെ ഓണർ താൻ ആദ്യമായി ഇന്ത്യയിൽ ഒരു കാർ നിർമ്മിക്കണമെന്ന് ആഗ്രഹം വെച്ച് ഇൻഡിഗ എന്ന് പറയുന്ന ഒരു കാർ 1998 പുറത്തിറങ്ങിയപ്പോൾ വൻ പരാജയമായിരുന്നു അവിടെ നേരിട്ടത്. പക്ഷേ അങ്ങനെ ആ പരാജയം നേരിട്ടതിന് ശേഷം അത് തന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു ചെറിയ ബോധം കൊണ്ട് അമേരിക്കയുടെ അന്ന് ഏറ്റവും വലിയ കമ്പനികളിൽപ്പെട്ട കമ്പനിയായ ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് രതൻ ടാറ്റ കയറി ചെല്ലുകയാണ്. എന്നിട്ട് ഫോർഡിൻ്റെ ഉടമസ്ഥൻ ചെയർമാനായ വിൽഫോർഡിനുമായിട്ട് താൻ സംസാരിച്ചപ്പോൾ തന്നെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു അവിടുന്ന് ലഭിച്ചത്. അതിൻ്റെയൊക്കെ മറുപടിയായി താൻ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിഗ 2 ഇന്ത്യയിൽ ഇറക്കുകയും അത് വൻ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് ഫോർഡ് എന്ന കമ്പനി വൻ നഷ്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് താൻ ലാൻഡ് റോവർ, റേഞ്ചർ റോവർ പോലുള്ള ജാഗോർ പോലുള്ള 3 കാറുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് രതൻ ടാറ്റ അറിയുന്നത്. പിന്നീട് ആ രതൻ ടാറ്റ, ഫോർഡ് പുച്ഛിച്ച് തള്ളിയ ആ രതൻ ടാറ്റ താൻ വിളിച്ച ആ പൈസക്ക് ഫോർഡ് കമ്പനിയുടെ 3 കാറുകൾ താൻ സ്വന്തമാക്കുകയാണ്. അത്രയേറെ പ്രശസ്തമാകണമെങ്കിൽ താൻ മാറി നിന്നത് കൊണ്ട് ആവുകയില്ല. അങ്ങനെയും ചില കഴിവുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. കഴിവില്ലാത്ത ആളുകളായി അവരെ നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ്. കടലെന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമാണ്. പക്ഷേ അതിൻ്റെ ആഴം ആരും ചിന്തിക്കുന്നില്ല. അതിലേക്ക് പല ആളുകളും കടന്നു ചെല്ലുന്നുണ്ട്. ടൂറിസം പോലുള്ള മറ്റു പല പരിപാടികളും ആയിട്ട് കടലിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ അവരറിയാത്തൊരു ആഴമുണ്ട് കടലിന്, അതൊന്നും ആരും ഓർക്കുന്നില്ല. ആ ഒരു ആഴത്തിൽ ചെന്നാൽ ഇരുട്ടേറിയ ഒരു ഇരുണ്ട പ്രദേശമാണ് അവിടെ കാണാൻ കഴിയുന്നത്.
അത്രയേറെ കഴിവുകൾ ഉണ്ടായിരുന്ന നമ്മൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നത് വളരെ സങ്കടമായൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച എന്ത് സാധിക്കും? അതുകൊണ്ട് തന്നെ വല്യുസ്താദിന് നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ്. ഒരു ചെറിയ പള്ളിയിൽ തുടങ്ങിയ ആ ഒരു സ്ഥാപനം ഇന്ന് ഇത്രയും അധികം വളർന്നു വരണമെങ്കിൽ, ഓരോ ആളുകളും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മറുപടികളായി ഇന്നലെയും വന്ന് വല്യുസ്താദിനെ പറ്റി മുജീബ് കാടേരി പോലുള്ള പല ആളുകളും സംസാരിക്കണമെങ്കിൽ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അത്രയേറെ അവരെ പറ്റി അറിയാണ്ട് നമുക്കൊന്നും ഇനി ഇവിടെ ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹൃദാമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.